കട്ട് പിടിച്ചാണ് ആഹാ വാവ് എന്ത് പുറത്ത് വെച്ച് കഴിവാം. പക്ഷെ വണ്ടി പുറത്ത് വെച്ച് കഴിവാം. കറക്കിയെടുക്കട്ടെ. അയ്യോ ഇതിന് കഴിയണമല്ലോ. അതുവഴി വണ്ടി കയറുമായിരിക്കും. നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ചാണ്. മര്യാദയ്ക്കിരുന്ന് നല്ല വൃത്തിയായിട്ടിരുന്ന വണ്ടിയായിരുന്നു. എന്താ പറയാ അതിന്. ഇത് കണ്ട. ആഹാ വാവ് എന്ത് വൃത്തിയായിരുന്നൊരു വണ്ടിയായിരുന്നു. എന്താ പറയാ. എന്തത് ഐസ്ക്രീമാ. വാട്ട് എ ബ്യൂട്ടിഫുൾ. മേലോട്ടൊന്നും പറ്റിയില്ല, ഇങ്ങോട്ട് മാത്രമേ പറ്റൂ. നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ചാണ് ഈ വഴി ഇങ്ങനെ വന്നേ. കണ്ട വളവഴിയൊക്കെ പറഞ്ഞു. നിങ്ങളിങ്ങനെയൊക്കെ തന്നെ. അയ്യോ നല്ല രസമുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ ഇരുന്ന് കഴിയണമെന്നായിരിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും മേലോട്ട് കൊണ്ടുപോകാം. ഐശാവന്താ വണ്ടി എടുത്തുകൊണ്ട് പോയി. വണ്ടി ഫുള്ള് ചെളിയായി. വന്നത് എങ്ങനെ വീഡിയോ കിട്ടിയത് ഇനി എന്തായാലും നോക്കി നോക്കാം കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. എന്തായാലും മേളിൽ പോട്ടെ. വണ്ടി ഇതാ വീട്ടിലെത്തി. വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ. ക്യാമറ കാണുന്ന പോലെയല്ല, അതിലും ശോകമായി. എന്തായാലും വണ്ടി എപ്പോൾ കഴിവുണ്ടോ. മഴയെന്ന് തുടങ്ങി. ആ മഴ വമ്പം മഴ. എന്തായാലും പതിയെ കഴിവാം. വൈകിട്ട് വല്ല എടുത്ത് വെച്ച് കഴിവാം. അതിൻ്റെ അകത്തൊക്കെ അതിൻ്റെ പ്രഷർ വാഷിൽ തന്നെയാണ്. നല്ല കട്ടച്ചെളി. മഴയായതുകൊണ്ട് താപം വണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ അവനെ ഇനി വൈകുന്നേരം പോയി വണ്ടി എടുക്കാം. അവൻ്റെ വീട്ടിലാണ് പ്രഷർ വാഷുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ വെച്ച് കഴിവാമെന്ന് വിചാരിച്ചു. വണ്ടി ഇതാ പോകണം. വണ്ടി കാണാൻ ചീറ്റിയൊക്കെ, പക്ഷേ ഇപ്പോൾ ചെളി അടിച്ചൊരു ലെവലായിട്ടുണ്ട്. കൊള്ളായിരുന്നു. പക്ഷേ എന്തായാലും വൈകിട്ട് കാണാം. കഴിച്ച് അപ്പോൾ ഈവനിങ് ആയി. അപ്പോൾ ചെറുതായിട്ടൊന്ന് കാല് വിളിക്കിരിക്കുന്നതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോകണം. വണ്ടി ഒന്ന് കഴുകി സെറ്റാക്കണമെന്നുണ്ട്. മൊത്തം ചെളിയായിട്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നതല്ല, അതിനേക്കാളും മാരകം അലമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് കഴുകി സെറ്റാക്കണം. അവിടെ പ്രഷർ വാഷറുണ്ട്, അപ്പം അത് സെറ്റാക്കാമല്ലോ. അപ്പോൾ എന്തായാലും വേഗം അങ്ങോട്ട് പോകണം. ഇപ്പം വീട്ടിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു ഇത്. അപ്പോൾ എന്തായാലും വേഗം പോയി നമുക്ക് വണ്ടി കഴുകി സെറ്റാക്കാം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം. വണ്ടി ഇതാ രാത്രി എപ്പോൾ വന്നു. നല്ല ചെളിയായ വണ്ടി പൊളിയായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും കഴിവല്ലേ. വാവ്, അങ്ങോട്ട് വെട്ടത്തിൻ്റെ അവിടെ വെച്ച് കാണിച്ചാൽ ഫുൾ ചെളിയാണ്. മേളിലോട്ടൊന്നും കയറിയില്ല, എല്ലാം താഴോട്ടാണ്. ഇതിൻ്റെ ഇങ്ങനെ കഴിയത്തേക്കുമെന്തോ നോക്കാം. വെച്ച് കഴിവാം.
ഇപ്പോൾ വണ്ടി പുറത്ത് വെച്ച് കഴുകാം. ഇതിൻ്റെ അകത്ത് മൊത്തം ചെളിയാവും, അതുകൊണ്ട് പുറത്ത് വെച്ച് കഴുകാം. അതിന് മാത്രമുള്ള ചെളിയുണ്ട്. എന്തായാലും കഴുകുമ്പോൾ ടയറിലാവുമെന്ന് പറഞ്ഞോളൂ കാണിച്ചു തരാം. ടയറിലല്ല, തറയിലാവുമെന്ന് പറഞ്ഞോളൂ കാണിച്ചു തരാം. വണ്ടി മാരെ ലുക്കല്ലേ ഇപ്പോൾ? വാവും, അതല്ലേ കണ്ട ടയറൊക്കെ ഇരിക്കണണ്ട. ഓ, ഇപ്പോൾ പെട്ടെന്ന് കഴുകാം. വണ്ടി സെൻട്രൽ സ്റ്റാൻഡൊക്കെ ഇട്ട് ഇതാ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ച് കഴുകാം. എന്തായാലും ഇതാവൻ സാധനങ്ങളൊക്കെ കണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ചെളിയുടെ മയം കണ്ടോ? ഓ സീൻ. ഇതൊക്കെ ഇനി എങ്ങനെ കഴുകും? ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെ ഇതായിരിക്കും. എന്തായാലും കൊള്ളാം. ഇങ്ങോട്ടെന്തായി ഇതിൻ്റെ അതിലായോ? ഇതിൻ്റെ ഇവിടെ എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെ ഫ്രണ്ട് ടയറും. എന്തായാലും കണക്ട് ചെയ്ത് കഴുകാം. ഇങ്ങനെതാ വണ്ടി കഴുകാൻ പോവാണ്. അപ്പം എന്തായാലും GT ലുക്കിലോട്ടാക്കിയിട്ട് ആദ്യത്തെ കഴിവലാണ്. അപ്പം എന്തായാലും കഴിവാം. തുടങ്ങാം. ചെടികളൊക്കെ ഇതൊക്കെ അതിൻ്റെ അകത്ത് വെച്ച് കഴിയുന്നെങ്കിൽ അതിൻ്റെ അകത്തെല്ലാം പോയി. ഇനിയുണ്ട്, ഇത് കുറച്ചായതേ ഉള്ളൂ, ഇനിയും ബാക്കിയുണ്ട്. അപ്പം എന്തായാലും പെട്ടെന്ന് കഴിവാം. വണ്ടിയെല്ലാം കഴുകി സെറ്റാക്കി വെച്ച് എന്തായാലും നാളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. റിമ്മെല്ലാം കഴുകി സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നാളെ നമുക്ക് രാവിലെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫുള്ളല്ല? ആ ഫുള്ള് അത് കുറേ നേരം ഇടും. കപ്പാസിറ്റി എത്ര? 15 10? 13. 11 10 ആകുമ്പോൾ അത് ഇറങ്ങിയൊരു പറയാൻ പറ്റും. ആ എത്ര ഉണ്ടായിരുന്നു? മതി 1049. സന്തോഷം. വണ്ടിയെല്ലാം കഴിയിട്ട് അടുത്ത ദിവസം എന്താ വന്നിരിക്കണം. ഇത് നമ്മൾ പണ്ട് വന്ന സ്ഥലമാണ്. വാവ് മൂല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കണ്ടോ, വണ്ടി സെറ്റാണ്. വണ്ടി ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് നിങ്ങൾ കണ്ടാണല്ലോ, അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വണ്ടി തന്നെ തിരിച്ചു പോകാം. ലുക്കല്ലേ വണ്ടിയാണ്. മരുന്ന് ചൂണ്ടയിടണം. ഇതപ്പുറത്ത് വെള്ളം പോണേ. ഇവിടെ ചടമ്പല് വീശും. ചട്ടം വല വീശും. വല വീശും. ചെറിയ മീനുണ്ട്. ഒരു പൂവെടുത്തിട്ടാണ് അതിൻ്റെ ഒന്നുകൂടെ ഇറങ്ങാം. പോണം.
അങ്ങ് പോയി. ഏകദേശം അങ്ങനെ ബൊബ്ബാമൂലയൊക്കെ പോയിട്ട് ആ വീട്ടിൽ വന്ന കയറി. എന്താ വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ? വണ്ടി മണ്ടൊക്കെ അടിച്ച് സെറ്റാക്കി വന്നതാണ്. പിന്നെ കഴി വൃത്തിയാക്കി എല്ലാം എന്താ വൃത്തിയാക്കി സെറ്റാക്കി ഫുൾ ടാങ്ക് വരെ അടിച്ച് ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും എന്നെ കാണിക്കുന്നേക്കാളും ഞാൻ വണ്ടി തിരിച്ച് കാണിച്ചു തരാം. വാവ്, വാട്ട് എ ഫ്രെയിം. അപ്പോൾ നിങ്ങളെന്തായാലും ഇത് കണ്ടിട്ട് ലൈക്ക് അടിക്കായിരിക്കും തോന്നുന്നു. എന്തായാലും ലൈക്ക് അടിച്ചതിനെ തുടങ്ങും. നമ്മളെ സീറ്റും ഹാൻഡിലും അതൊക്കെ മാറ്റിയപ്പോൾ തന്നെ വണ്ടി മാരെ ലുക്കായി. അപ്പോൾ എന്തായാലും ഇനിയുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഉടനെ ഒരു കുറേ ട്രിപ്പ് പോകുന്ന വീഡിയോസൊക്കെ സെറ്റാവും. എന്തായാലും ഗോപ്പറൊക്കെ ആയിട്ട് വണ്ടി ഓട്ടിക്കുന്ന വീഡിയോ അതൊക്കെ ആയിട്ട് എന്തായാലും സെറ്റാവും. അപ്പം അതിനുശേഷം വരും നമ്മളെ സെറ്റപ്പ് എന്ന് വെച്ചാൽ വണ്ടിക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ 2 ബ്രാക്ക് പാഡും എന്തായാലും മാറണം. എന്തായാലും ഫ്രണ്ട് ഉടനെ മാറേണ്ടി വരും. പിന്നെ നമ്മളെ ടയർ, പിന്നെ സാധാ ജനറൽ സർവീസ്. ഇപ്പോൾ 17,000 ഉള്ളൂ. 19,000 സംതിങ്ങിലാണ് എന്തായാലും സാധാ സർവീസ് പറഞ്ഞത്. എയർ ഫിൽറ്ററൊക്കെ മാറിയോണ്ട് വേറെ സീനൊന്നുമില്ല. ഇനി എന്തായാലും ബ്രാക്ക് പാഡ്, ടയർ ഇതേ ഉള്ളൂ ഇനി അടുത്ത സംഭവം. അത് കഴിഞ്ഞ് എക്സോസ്റ്റ് ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് സെറ്റാക്കണം. അപ്പം എന്താ വണ്ടിയുടെ ലുക്കൊക്കെ കണ്ടില്ല. വണ്ടി രാവിലെ ഇരുന്ന പോലെ ഇങ്ങനെയല്ല. രാവിലെ എന്ന് വെച്ചാൽ ഇന്നലെ പോയ സമയത്ത് ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ എല്ലാം സെറ്റാക്കി ഇതാ വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് മണ്ടടിക്കാൻ പോയ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പറമ്പാണത്. പറമ്പിൻ്റെ കൂടെ ഞാൻ അടിച്ച് കറങ്ങി കൊണ്ടുവന്നതാണ്. എന്തായാലും വിഴാതെ എങ്ങനെ രക്ഷപ്പെട്ട്. കാലിനൊക്കെ ചെറിയ പണി കിട്ടിയാണ്. പിന്നെ എന്തൊക്കെ സീനാക്കി മാറി രക്ഷപ്പെട്ട് വന്നതാണ്. വേറെ ഒന്നും ചെയ്യില്ല. എന്തായാലും കഴിവ് വൃത്തിയാക്കി സെറ്റാക്കി നമ്മൾ അങ്ങൊക്കെ പോയി ഫുൾ ടാങ്ക് അടിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ വണ്ടി ലുക്കല്ലേ ഇവിടെ ഇരുന്നത്. ഓഫ്, എവിടെ നോക്കിയാലും ഫ്രീ. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വണ്ടി ഇങ്ങനെ അടിച്ച് പോയതാണ്. പിന്നെ എവിടെയൊക്കെ എത്തി എങ്ങനെയൊക്കെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ തരുന്ന എല്ലാവർക്കും ബൈ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും കമൻറ്റ് ചെയ്യുക. തെറി മാത്രം വിളിക്കരുന്നത് ബാക്കിയെല്ലാം ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ തരുന്ന എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.